ഒന്നും മതി. സുശീലൻ വന്നിട്ടുണ്ട്. സുശീലനോ? ഇന്ന് ലോക്കപ്പിന് ഇറങ്ങി. ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഞാൻ നന്നായി കള്ളവാറ്റ് നിർത്താൻ തീരുമാനിച്ചു. ആണോ? വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പെ വേഗം പോയി ചായ വാങ്ങിച്ചോണ്ട് വാ. ടൈലറോടും സഹദേവനോടും പ്രസിഡന്റിനോടും ഈ നാട്ടിലുള്ള സകലരോടും ഞാൻ പറയും സുശീല നന്നായെന്ന്. വാ സുശീല, കയറി. ഇപ്പൊ ഇരിക്കുന്നില്ല, ഞാൻ നന്നായവരെ എനിക്ക് വീട്ടിൽ അറിയിക്കണം. ഓഹോ. എല്ലാവരോടും, പ്രത്യേകിച്ച് രമേശൻ നായരോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനായി നാട്ടുകാരെ. ഇനി വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അല്ലേലും സുശീലം പാവാണെന്ന് എനിക്കറിയായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അയ്യോ, ഇനി സഹായമൊന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഈ ജമ്മത്ത്? അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ. അല്ല, ചായ കുടിക്കില്ലേ? പിന്നെ വരാ. അങ്ങനെ രമേശേട്ടന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് സഹദേവ. ആ നോട്ടും സംസാരവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അയാൾ നന്നായി എന്ന്. കുറുപ്പ, നിങ്ങൾ എന്താ ഇങ്ങനെ ദോഷയൊക്കെ എതിർക്കാവുന്നത്? മനുഷ്യന്റെ നന്മ കാണണ്ടേ? എന്താ പതിവില്ലാതൊരു മഴക്കോള്? രേഖ ഇന്നും കൊടയെടുത്ത് കാണില്ല. കുറുപ്പ, കൊടയെടുത്തേ. ഇടിവെട്ടുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ രമേശൻ നായരെ ഓർത്തു, കൊടയും കൊണ്ട് വരുമല്ലോ എന്ന്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല നായരെ. എത്ര പറഞ്ഞാലും ഈ ലേഖ കൊടയെടുക്കില്ല മാഷേ. അത് നിങ്ങളെ ഇങ്ങോട്ട് വരുത്താനുള്ള ടീച്ചറുടെ ഒരു അടവാ. മാഷെ, എനിക്ക് മാഷോട് ചെറിയ സംശയം ചോദിക്കാൻ. എന്താണാവോ? ഈ ലേഡി ടീച്ചേഴ്സിന് ചുരിദാർ ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പറ്റുമോ? ചുരിദാർ. ഇതാണോ സംശയം? എന്റെ നായരെ, നിങ്ങളുടെ ഭാര്യയുടെ ഡിവിഷനിൽ 5 കുട്ടികൾ കുറവാ. ജോലി ഇപ്പൊ തെറിക്കും. എവിടെങ്കിലും പോയി കുറച്ച് കുട്ടികളെ തപ്പ്. അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ചുരിദാർ ഇടാം. എന്താ ഇത്? ഒന്നുമില്ല. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാല് 2 വെട്ടിക്കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പിയുടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതുമോളെ. താരം. അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓടിക്കോ. എന്താ കുറിപ്പേ? കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരില്ല. വാ വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. താൻ കാര്യം പറയണോ? എന്താ? ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും, കുത്തും. അയ്യോ രമേശേട്ടാ. കരയില് വന്നു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ലേ ഇത്? രമേശ, കുറിപ്പ് പറയുന്നത് കേക്ക്. നീ ഓടിക്കാൻ മോനെ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യൊരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. അമ്മേ, രമേശേട്ടാ പോണ്ട.
രമേശൻ നായരെ വാതില് തുറക്ക്. വാതില് തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക. ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണോടാ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. അങ്ങനെട്ട് വീഴില്ല. എട്ട് ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല, പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ആ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ദയവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങും ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? മറ്റും വരുന്നു സാർ. ആരെ? രമേശൻ നായര്. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിച്ചാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്, സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവോ മറ്റോ ആണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ, ഒന്ന് വാദം കുറുന്തോട്ടിയം പിടികൂടിന്ന് കേട്ടിട്ടുള്ളത്. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. രമേശേട്ടൻ വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. രമേശ ഓടിക്കോ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ.